എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നാലുമണി പലഹാരം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പലഹാരം റെഡിയാക്കാനായി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് ഒന്ന് നോക്കാം. 1 കപ്പ് മൈദ, 1/2 കപ്പ് റവ, പിന്നെ ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, ഇളം ചൂടുള്ള ശർക്കര പാനിയാണ് ഈ മാവ് റെഡിയാക്കാനായി. നമുക്ക് ഈ മാവ് റെഡിയാക്കാനായി ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള ശർക്കര പാനിയോ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. ചെയ്യാനായി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് ഈ ഒരു അയവിലായിരിക്കുകയാണ്. ഇതിലിനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിങ്ങനെ കലക്കി എടുക്കുമ്പോൾ കുറച്ച് കട്ടിയാണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത് കുറച്ച് ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് അതോ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ നല്ല പാകത്തിനാണ് ഇരിക്കുന്നത്. ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം.
നിങ്ങൾ മറിച്ചിടുമ്പോൾ ഇതിൻ്റെ നടുവിൽ തൊടാനേ പാടില്ല. നടുവിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൂരി നമ്മൾ പൊങ്ങി വരുമ്പോൾ മറിച്ചിട്ടാൽ അതിൻ്റെ നടുവിലുള്ളത് ഇങ്ങനെ താന്നു പോകില്ല, അതേപോലെ ആയിപ്പോവും. പലഹാരം ഇവിടെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും തീ സിമ്മിലായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവില്ല. ഇതാണ്ടോ, ഇനി ബാക്കിയിരിക്കുന്നതും കൂടെ നമുക്കിതുപോലെ ഇത് ചെയ്തെടുക്കണം. മാവ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.